സിനിമയിലൊന്നും ചുമ്മാ തലകാണിച്ചു മതി, പിന്നെ പലരും നിറഞ്ഞു നിൽക്കുന്നത് ഗോസിപ്പ് കോളങ്ങളിലാ. 8 സിനിമകൾക്ക് ഇപ്പുറവും ജെന്റിൽമാൻ ഇമേജ് കീപ്പ് ചെയ്തുകൊണ്ട് മമ്മൂട്ടിയുടെ മകൻ. Hi Neeta, this is Dulquer Salman on 919 Spotlight. എനിക്ക് തോന്നുന്നു ഹെൽമെറ്റ് വെക്കാതെ ബൈക്ക് ഓടിച്ചു എന്നുള്ളത് മാത്രമാണ് ദുൽഖറിനെ പറ്റി ഞാൻ കേട്ടിട്ടുള്ള ഒരേ ഒരു മോശം കാര്യം. മെയിനായിട്ട് അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ബട്ട് എന്ത് വന്നാലും ഐ തിങ്ക് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് സർട്ടൻ വാല്യൂസ്. കാരണം നമ്മുടെ ഐഡന്റിറ്റി ആണത്. അതിപ്പോൾ ഇന്ത്യൻ ആണെങ്കിലും മലയാളി ആണെങ്കിലും നമ്മൾ ഏത് റിലിജനിൽ പെട്ട ആളാണെങ്കിലും ആരുടെ മക്കളാണെങ്കിലും ഐ തിങ്ക് ഒരു ഐഡന്റിറ്റി ഉണ്ടാവുന്നതാണ് ഏറ്റവും വലിയ. നോർമലി ഈ പ്രായത്തിലുള്ള ഒരാൾ സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോൾ മിക്കവാറും കൂടെ അഭിനയിച്ച ഏതെങ്കിലും ഒരു നായികനെ ചേർത്ത് ഗോസിപ്പ് വരേണ്ടതാണ്. കല്യാണം കഴിഞ്ഞു പോയതുകൊണ്ടാണ് അങ്ങനെ ഗോസിപ്പ് വരാതെ? എന്റെ അൾട്ടിമേറ്റ് ഗേൾ സമാൽ എന്താ പറയാൻ പാടില്ല. അത് കല്യാണം കഴിക്കുമ്പോഴും ഞാൻ അത്രയും ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച കുട്ടിയാണ്. ഇപ്പോഴും ഐ തിങ്ക് ഷീസ് പ്രിറ്റിയർ ദാൻ എനി അതർ ഗേൾ ഐ ഹാവ് സീൻ. സോ അങ്ങനെ ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ ബി ഡിസ്ട്രാക്റ്റഡ്. ഐ ആം ക്വൈറ്റ് വെരി മച്ച് ഇൻ ലവ് വിത്ത് ഹർ. എന്താ ആളുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിട്ട് തോന്നിക്കുന്നത്? ഭയങ്കര പോസിറ്റീവ് ആണ്. എപ്പോഴും സ്ട്രേറ്റ് ഫ്രം ദ ഹാർട്ട് ചിരിക്കും. ഏത് ഫോട്ടോ എടുത്ത് നോക്കിയാലും ചിരിച്ചോണ്ടിരിപ്പുണ്ടോ. വഴക്കടിക്കാറുണ്ടോ? പിന്നെ വഴക്ക് ഉണ്ടാക്കിയില്ലെങ്കിൽ ഐ തിങ്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നും. ഞങ്ങളുടെ ഒരു മാരീഡ് ലൈഫ് അല്ലെങ്കിൽ ദാമ്പത്യത്തിൽ ഞങ്ങൾ ഉടക്കിയില്ലെങ്കിൽ ഐ തിങ്ക് അതിലെന്തോ കുഴപ്പമുണ്ട്. ആര് കോംപ്രമൈസ് ചെയ്യും ആദ്യം? ഞാൻ ടിപ്പിക്കലി പെട്ടെന്ന്, കാരണം എനിക്കൊന്നും അതിനുള്ള സമയമില്ല. ബിക്കോസ് ഞാൻ പെട്ടെന്ന് ചിലപ്പോൾ പോയിരിക്കും. എനിക്ക് പെട്ടെന്ന് കോംപ്രമൈസ് ചെയ്ത് ഹാപ്പി ആയിട്ട് ഇരിക്കാനാണ് ഇഷ്ടം. പക്ഷേ അമ്മാൽ എപ്പോഴെങ്കിലും അവളുടെ മിസ്റ്റേക്ക് ആണെങ്കിൽ ഷീൽ കോംപ്രമൈസ്. അത് ഐ തിങ്ക് അതാണ് ദാറ്റ്സ് വാട്ട് മാരേജ് ഈസ്. ഷൂട്ടിങ്ങിന് പോയി കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം വിളിക്കും ഭാര്യയെ? വൈഫിനാണ് ഏറ്റവും കൂടുതൽ വിളിക്കാറ്. വൈഫിനും എത്ര പ്രാവശ്യം തന്നെ എനിക്കറിയാൻ പാടില്ല. വിളിക്കുന്നതല്ല പ്രശ്നം, വിളിക്കാതിരിക്കുമ്പോഴായിരിക്കും പ്രശ്നം. കാരണം ഇപ്പൊ ഞാൻ ബിസി ആണെങ്കിൽ വൈഫ് എന്ത് വിളിക്കാത്തതെന്ന് തോന്നും. അല്ലെങ്കിൽ അവളിപ്പോ ബിസി ആണെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ടിപ്പിക്കലി വല്ല TV ഷോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും എന്നെ മറക്കാറ്. അപ്പൊ ഞാൻ വിളിക്കാത്ത ഓഡിയോ സോ ബിസി ഡൂയിങ്. അപ്പൊ അതാണ് എനിക്ക് വിളിക്കുന്നതല്ല പ്രശ്നം, ചിലപ്പോൾ വിളിക്കാതിരിക്കുമ്പോഴായിരിക്കും പ്രശ്നം. പറയുമ്പോ ശരിയാണ്, സിനിമയാണ്, അഭിനയമൊക്കെയാണ്. എന്നാലും കുറെ ഹീറോയിൻസ് അവരുടെ കൂടെ ആടുന്നു, പാടുന്നു, പ്രേമിക്കുന്നു. ഇതിലൊക്കെ ഭാര്യ അമാൽ ഓക്കെ ആണോ? അമാൽ ഇസ് വെരി ഒരു സെക്യൂർ ആയിട്ടുള്ള കുട്ടിയാണ്. ഷി ഡസന്റ് അങ്ങനത്തെ ഒരു സംശയമോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അറിയാം, ഞാൻ മാക്സിമം അങ്ങനെ ട്രാൻസ്പെറന്റ് ആണെന്ന് നോക്കും. എങ്ങനെയാത്? എന്റെ വൈഫ് ആക്ച്വലി എന്റെ എല്ലാ ഹീറോയിൻസ് ആയിട്ടും എന്നെക്കാൾ കൂടുതൽ അവരായിട്ട് ഇൻ ടച്ച് ആയിരിക്കും. അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു ട്രാൻസ്പെറൻസി ഉള്ളതുകൊണ്ട് ബോത്ത് എന്റെ വൈഫ് ആണെങ്കിലും ഹീറോയിൻസ് ആണെങ്കിലും എന്റെ കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. നീതയാണ് 919 സ്പോട്ട്ലൈറ്റുമായി ഓൺ റേഡിയോ മാംഗോ 91.9. നാട്ടിലെങ്കും പാട്ടായി.